20 സെന്റിമീറ്റർ നീളമുള്ള ഒരു സ്റ്റീൽ കമ്പി മടക്കി ചതുരമാക്കുന്നു. അപ്പോൾ 20 സെന്റിമീറ്റർ നീളമുള്ള ഒരു കമ്പി ഉണ്ട് ഇവിടെ. അതിനെ മടക്കിയിട്ട് ഒരു ചതുരമാക്കുന്നു. ഓക്കെ. അപ്പൊ ഈ ചതുരത്തിന്റെ ചുറ്റളവ് എന്തായിരിക്കും? 20 സെന്റിമീറ്റർ ആയിരിക്കും എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അതായത് ചതുരത്തിന്റെ ചുറ്റളവ് 20 സെന്റിമീറ്റർ എന്ന് മനസ്സിലാക്കാം. അത് നമ്മൾ നോട്ട് ചെയ്തു. ചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം മറ്റേ വശത്തിന്റെ നീളത്തേക്കാൾ 4 മീറ്റർ കൂടുതലാണ്. അപ്പൊ ഇവിടുത്തെ ചെറിയ വശം ഇതാണല്ലോ, അത് നമുക്ക് എക്സ് ആണെന്ന് എടുക്കാം. അപ്പോൾ മറ്റേത് വൈ ആണ്. അതെന്ന് പറഞ്ഞാൽ എന്താണ്? 4 കൂടുതലാണ്. എക്സ് പ്ലസ് 4 ആയിരിക്കും. വശങ്ങൾ എക്സ് വൈ വീതമായാൽ സമവാക്യങ്ങൾ എഴുതുക, വശങ്ങളുടെ നീളം കണക്കാക്കുക. അപ്പോൾ വശങ്ങൾ എക്സും വൈയും ആണ് നമ്മൾ ചോദ്യത്തിൽ നിന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകം എഴുതണ്ട. അപ്പോൾ ചെറിയ വശം എക്സും വലിയ വശം വൈയുമാണ്. അപ്പോൾ വലിയ വശത്തിന്റെ നീളം എന്ന് പറയുന്നത് ചെറുതിനേക്കാൾ 4 മീറ്റർ കൂടുതലാണ്. അപ്പോൾ നമുക്കിനി സമവാക്യങ്ങൾ എഴുതാം. അപ്പോൾ ഒന്നാമത്തെ സമവാക്യം എഴുതാൻ നമ്മൾ എന്ത് ചെയ്തു? ചതുരത്തിന്റെ ചുറ്റളവ് 20 സെന്റിമീറ്റർ. അപ്പോൾ ചതുരത്തിന്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു നീളം പ്ലസ് വീതിയാണല്ലോ, അതായത് എക്സ് പ്ലസ് വൈ. അതെത്രയാണ്? 20 ആണ്. ഇതിൽ നിന്നും എക്സ് പ്ലസ് വൈ എന്ത് കിട്ടും? 20/2, അതായത് എക്സ് പ്ലസ് വൈ 10 എന്ന് കിട്ടും. ഇതാണ് ഒന്നാമത്തെ സമവാക്യം. ഇനി രണ്ടാമത്തെ സമവാക്യം എന്താണ് പറയുന്നത്? ഒരു വശം, അതായത് വൈ രണ്ടാമത്തെ വശത്തേക്കാൾ 4 കൂടുതലാണ്. അപ്പോൾ വൈ സമം എക്സ് പ്ലസ് 4 എന്നുള്ളത് രണ്ടാമത്തെ സമവാക്യം. ഇനി നമുക്ക് വൈ എക്സ് പ്ലസ് 4 എന്ന് സമവാക്യം 1 ഉപയോഗിച്ചാൽ എക്സ് പ്ലസ് 4 എന്നുള്ളത് 10 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എക്സും എക്സും 2x, 2x പ്ലസ് 4 10 എന്നും 2x 10 മൈനസ് 4 അതായത് 6 ആണെന്നും കിട്ടും. അതിൽ നിന്നും എക്സ് 6/2 സമം 3 എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ നമുക്ക് എക്സ് 3 എന്ന് കിട്ടും. ഇനി എക്സ് 3 ആയാൽ വൈ എന്തായിരിക്കും? വൈ എന്ന് പറയുന്നത് എക്സ് പ്ലസ് 4 എന്ന് ഇവിടെ അറിയാം. അപ്പോൾ 3 പ്ലസ് 4 അതായത് 7 ആയിരിക്കും. അപ്പോൾ എക്സ് 3, വൈ 7. ഓക്കെ. അപ്പോൾ നമുക്ക് ചോദ്യത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരിയാണോ നോക്കാം. വശങ്ങളുടെ നീളം 3ഉം 7ഉം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചുറ്റളവ് എന്ന് പറയുമ്പോൾ 3ഉം 7ഉം 10, 10ൻ്റെ ഇരട്ടി 20. ശരിയാണ്, 2 മടങ്ങ് 20. ഇനി ചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം 7 എന്ന് പറയുന്നത് രണ്ടാമത്തെ വശമായ 3നേക്കാൾ 4 കൂടുതലുമാണ്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞ 2 കണ്ടീഷൻസ്, 2 നിഗമനങ്ങളും ശരിയായ രീതിയിലാണ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചിരിക്കുന്നത്? വശങ്ങളുടെ നീളം കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ വശങ്ങളുടെ നീളം 3ഉം 7ഉം ആയിരിക്കും. ഓക്കെ.